നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്ക് ഉഹുദ് മലയുടെ മുകളിൽ പോകാറുണ്ട്. നബിയുടെയും സഹാബത്തിൻ്റെയും ജീവിതവുമായി ഉഹുദ് മലക്ക് വലിയ ബന്ധമുണ്ട്. മദീന സന്ദർശിച്ചവർക്കറിയാം, മദീനയുടെ ഒരുവിധം ഭാഗത്തു നിന്നെല്ലാം ഉഹുദ് മല കാണാൻ സാധിക്കും. മദീനയുടെ മെഹ്റാബിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ ആ മുന്നിലുള്ള വാതിലിൻ്റെ നേരെ നോക്കിയാൽ ഉഹുദ് മല കൃത്യമായി കാണാൻ പറ്റും. 7 കിലോമീറ്ററോളം വിസ്താരമുള്ള നല്ല ഉയരമുള്ള ഒരു പർവ്വതം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉഹുദ് മല നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളതിനെയും സ്നേഹിക്കുന്നുണ്ട്. പ്രവാചകൻ വല്ലപ്പോഴുമൊക്കെ ആ ഉഹുദ് മലയുടെ മുകളിൽ കയറി പോകാറുള്ളത് ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരു തവണ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ പ്രവചനം നടത്തി. 4 പേരാണ് പോയത്. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 4 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവര് 4 പേരും ഉഹുദ് മലക്ക് മുകളിലേക്ക് പോയപ്പോൾ ഉഹുദ് മല ഒന്ന് പറച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് മലയോട് സംസാരിച്ചു. ഉഹുദേ, നിനക്കെന്താണ് പറ്റിയത്? നിന്റെ മുകളിലുള്ളത് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. രണ്ടാമത്തത് അസ്സുദ്ദീഖ്, ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനായ മനുഷ്യൻ സുദ്ദീഖാണ്. വ ഷഹീദൈൻ, പിന്നെയുള്ളത് 2 രക്തസാക്ഷികളാണ്, 2 ഷഹീദുകളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും മരണത്തിലൂടെ ഒന്ന് കടന്നു പോകാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മരണത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മരണത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയ പ്രവചനമാണിത്. എന്താ റസൂൽ പറഞ്ഞത്? നിന്റെ മുകളിലുള്ളത് 1 അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, രണ്ടാമത്തത് ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനാണ്, പിന്നെയുള്ളത് 2 ഷഹീദുകളാണ്, 2 രക്തസാക്ഷികളാണ്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് ഷഹീദായിട്ടല്ല, രക്തസാക്ഷിയായിട്ടല്ല, സ്വാഭാവിക മരണമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഷഹീദായിട്ടല്ല, സ്വാഭാവിക മരണമാണ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും രക്തസാക്ഷിത്വമാണ്, അവർ ഷഹീദായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ തെളിവ് വിളിച്ചോതുന്ന എത്രയോ പ്രവചനങ്ങൾ ആ ജീവിതത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംഭവവികാസങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മരണം പോലെ തന്നെ ഏകദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി സാമ്യത തോന്നിക്കുന്ന രീതിയിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ, ഇസ്ലാമിക രാജ്യം 2.5 വർഷം മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചത്. പിന്നീട് ഉണ്ടാകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ, അല്ലാഹുവേ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണേ, എന്നെ നീ ഷഹീദായി മരിപ്പിക്കണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പ്രാർത്ഥിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഷഹാദത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്ത മനുഷ്യരുടെ മനസ്സിൽ നിഫാഖ് ഉണ്ടാവും. ശരിക്കും മനസ്സിലാക്കും. എനിക്ക് അള്ളാഹുവിന്റെ കലിമത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി മരിക്കാനുള്ള ആഗ്രഹമില്ലേ, എൻ്റെ മനസ്സിൽ നിഫാഖ് ഉണ്ടാവും. ഒരു മുസ്ലിം വളരെ അത്യാവശ്യമായി ചോദിക്കേണ്ടതാണ്, റബ്ബേ എന്നെ നീ മരിപ്പിക്കുമ്പോൾ നിന്റെ മാർഗത്തിൽ മരിപ്പിക്കണേ, എന്നെ നീ മരിപ്പിക്കുമ്പോൾ രക്തസാക്ഷിയായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രക്തസാക്ഷിത്വത്തെ നിർവചിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ പോയി ചാവേറുകളായി പൊട്ടിത്തെറിക്കാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിലായിരിക്കുമ്പോ അള്ളാഹുവിന്റെ കലിമത്തിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും നല്ല മരണം അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലെത്തിക്കാൻ, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി നാവ് കൊണ്ടും പേന കൊണ്ടും പൊരുതുന്ന സമയം, അത് കാരണം കിട്ടുന്ന മരണമുണ്ടല്ലോ, അത് കാരണം കിട്ടുന്ന ഷഹാദത്ത് ഉണ്ടല്ലോ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് മരണപ്പെട്ടു പോയവരെ നിങ്ങൾ പറയരുത്, ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ അടുത്ത് അവർക്ക് റിസ്ക് നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതുപോലെ സൂറത്തു യാസീനിൽ സാഹിബ് യാസീന്റെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. 3 പ്രവാചകന്മാർ ദഅവത്ത് നടത്തി, ആ പ്രവാചകന്മാർക്ക്
ശക്തമായ എതിർപ്പുകൾ ഉണ്ടായപ്പോ ആ പ്രവാചകന്മാരെ പിന്തുണക്കുന്നതിന് വേണ്ടി പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഓടി വരികയും ആ മനുഷ്യൻ യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഅ്തദൂൻ വമാ ലി ലാ അഅ്ബുദു അല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. കറകളഞ്ഞ തൗഹീദ് പറഞ്ഞപ്പോ ആ മനുഷ്യനെ അടിച്ചും പിടിച്ചും തൊഴിച്ചും മർദ്ദിച്ചും എറിഞ്ഞും കൊന്ന ഒരു കഥയെക്കുറിച്ച് ഒരു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ആ മനുഷ്യൻ ആഗ്രഹിച്ചത്, പടച്ചോനെ എനിക്കല്ല പുറത്തു തന്നത്, എന്നെ അല്ല ബഹുമാനിച്ചത്, എന്റെ കൗം അറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി. ഈ ഒരു ഷഹാദത്ത് ഉമർ റളിയല്ലാഹു അൻഹു കഠിനമായി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ചോദിച്ചിരുന്നു, ഉപ്പ നിങ്ങൾ മദീനയിലാണ്, നിങ്ങൾ രാജ്യത്തിന്റെ നാടിന്റെ ഭരണാധികാരിയാണ്, നിങ്ങൾ പുറത്ത് യുദ്ധത്തിന് പോകുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഷഹീദായി മരിക്കുക എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുവേ ഈ മദീനയിൽ വെച്ച് എന്നെ നീ ഷഹീദായി മരിപ്പിക്കണം എന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥന അക്ഷരം പ്രതി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വാതിൽ തകർക്കപ്പെടലായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സ്വഹാബി ആരാണത്? ഒരുപാട് വട്ടം നമ്മൾ ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സ്വഹാബി ആരാണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബൈനക വ ബൈനൽ ഫിത്നതി ബാബൻ മുഗ്ലഖ. അങ്ങയുടെയും ഫിത്നയുടെയും ഇടയിൽ അടക്കപ്പെട്ട ഒരു വാതിലുണ്ട്, കൊട്ടിയടക്കപ്പെട്ട ഒരു വാതിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു എന്നാണ്, അയുക്സറു ബാബുൻ അം യുഫ്തഹ്. ആ വാതിൽ തകർക്കപ്പെടുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ആ വാതിൽ തുറക്കപ്പെടുകയാണോ ചെയ്യുക? ഹുദൈഫ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ബൽ യുക്സർ. ആ വാതിൽ തകർക്കപ്പെടുകയാണ് ചെയ്യുക. ഖാല ഉമർ റളിയല്ലാഹു അൻഹു സമയം പറഞ്ഞു, ഇദൻ ലാ യുഗ്ലഖു അബദൻ. ഇദൻ ലാ യുഗ്ലഖു അബദൻ. അങ്ങനെ അത് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും അടക്കപ്പെടുകയില്ല. ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ കഴിയും, പക്ഷെ ഒരു വാതിൽ തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അടക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിലൂടെയാണ് ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പ് തുടങ്ങുന്നത്. ആ ഭിന്നിപ്പ് 2025 സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും ആ ഭിന്നിപ്പ് ലോകമാസകലം അതുപോലെ തുടരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇദൻ ലാ യുഗ്ലഖു അബദ. ഒരിക്കലും അത് അടക്കപ്പെടുകയില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെക്കുറിച്ചായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അവസാനത്തെ ഹജ്ജിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവേ എന്റെ ശരീരം തളരാൻ തുടങ്ങി, എന്റെ ചിന്തകൾ ഛിന്ന ഭിന്നമാകാൻ തുടങ്ങി, അള്ളാഹുവേ എന്റെ മനസ്സിന് കട്ടിയില്ലാതാവാൻ തുടങ്ങി, ശക്തി ഇല്ലാതാകാൻ തുടങ്ങി. റബ്ബേ നീ എന്നോട് കരുണ കാണിക്കണം. നീ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നാളിതുവരെ എന്റെ കഴിവിന്റെ പരമാവധി വളരെ കൃത്യമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ അപ്പുറത്ത് ഏത് രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്നാമത്തെ ഖുതുബയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തന്റെ മുന്നിൽ ഇരിക്കുന്ന ജനങ്ങളോട്, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു പൂവൻ കോഴി എന്നെ വന്ന് 2 കൊത്തുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു അതെന്റെ മരണത്തിന്റെ അടയാളമാണ്, അതെന്റെ വിയോഗത്തിന്റെ അടയാളമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് ആ ഖുതുബ കഴിഞ്ഞ് പിന്നീട് അടുത്ത ഖുതുബക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തില്ല. അബൂ ലുഅ്ലു എന്ന് പറയുന്ന മജൂസിയായ ഒരു പേർഷ്യക്കാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹുവെ കുത്തുന്നതിന് വേണ്ടി വിഷം പുരട്ടിയ മൂർച്ചയുള്ള കത്തിയുമായി സുബ്ഹ് നമസ്കാരത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ ഒന്നാമത്തെ സഫിൽ നിന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം തുടങ്ങി റുകൂഇലേക്ക് പോകാനായുന്ന സമയം ഈ മനുഷ്യൻ ആ മൂർച്ചയുള്ള വിഷം പുരട്ടിയ കത്തിയുമായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ നിന്ന് 2 വലിയ കുത്തുകളാണ് കുത്തിയത്. മാരകമായ മുറിവുകൾ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച ആ മുറിവ് ഏറ്റിട്ടും അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തിയില്ല എന്നുള്ളതാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി എന്ന് തുടങ്ങുന്ന ആയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആയത്ത് പാരായണം ചെയ്യുന്നതോടുകൂടി കഠിനമായ വേദന സഹിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആ മിഹ്റാബിലേക്ക് വീഴുന്ന രംഗമാണ് പിന്നീട് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ സഫിൽ തന്നെ മകനുണ്ട്,
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ സഫിൽ തന്നെയുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഉപ്പ വീഴുന്നത് കണ്ട് ഓടിച്ചെന്ന് തന്റെ വാപ്പാനെ ചേർത്ത് പിടിച്ച് ആ മുറിവിലേക്ക്, രക്തം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ആ മുറിവിലേക്ക് കൈവച്ചു. ആളുകളൊക്കെ ആ സമയം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റിലും ഓടിക്കൂടി അദ്ദേഹത്തെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹുവിന്റെ ബോധം പോയിരുന്നു ആ സമയം. ബോധം തിരിച്ചു വന്ന ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുന്നത് എന്തറിയോ? മോനെ, കുറച്ച് വെള്ളം കൊണ്ടുവാ, കാരണം ബോധക്ഷയം സംഭവിച്ചാൽ വുളു മുറിയും. കുറച്ച് വെള്ളം കൊണ്ടുവാ, ഞാൻ വുളു ചെയ്യട്ടെ, എന്റെ നമസ്കാരം പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടുവരിച്ച് ആ മൃതപ്രായനായി കിടക്കുന്ന, മരണവുമായി മല്ലിട്ട് കിടക്കുന്ന അവസ്ഥയിൽ പോലും ആ മഹാനായ സ്വഹാബി വര്യൻ, പ്രിയപ്പെട്ടവരെ, തന്റെ ഫർദ് നമസ്കാരം, തന്റെ സുബ്ഹ് നമസ്കാരം പൂർത്തീകരിച്ചു എന്നതാണ്. അതിനുശേഷമാണ് ഉമർ റളിയല്ലാഹു ചോദിക്കുന്നത്, ആരാണ് എന്നെ കുത്തിയത്? നോക്ക് നിങ്ങൾ ആ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായിക്ക് തന്റെ നമസ്കാരത്തോടുള്ള ആത്മാർത്ഥത എത്രമാത്രം വലുതായിരുന്നു. മരിക്കാൻ കിടക്കാൻ തന്നെ കുത്തിയത് ആരാണെന്ന് അറിയണ്ട, തന്റെ മരണത്തിന് കാരണക്കാരനാകാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ട. നിസ്കാരമാണ് വലുത്. മരണത്തിന്റെ മുഖത്ത് പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ആ അനുയായി, പ്രവാചകന്റെ രണ്ടാമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുയായി കാണിച്ചു തന്ന വലിയ മാതൃക, പ്രിയപ്പെട്ടവർ. അതിനുശേഷമാണ് ചോദിക്കുന്നത്, ആരാണ് എന്നെ കുത്തിയത്? ഒരു മജൂസിയാണ് കുത്തിയതെന്ന് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ മരണത്തിലൂടെ, എന്റെ രക്തത്തിലൂടെ ഒരു മുസ്ലിം അള്ളാഹുവിന്റെ അടുത്ത് വിചാരണ ചെയ്യപ്പെടുകയില്ലല്ലോ എന്ന ആശ്വാസത്തിന്റെ വാക്കായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉരുവിട്ടത്. വൈദ്യൻ വന്നു, പരിശോധിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിന് പാല് കുടിക്കാൻ കൊടുത്തു. ആ പാല് മുഴുവൻ ആ മുറിവിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി. വൈദ്യൻ പറഞ്ഞു, ഇനി ചികിത്സ ഫലിക്കില്ല, മരണത്തിന് വേണ്ടി തയ്യാറാവുക, വസിയത്തുകൾ ഉണ്ടെങ്കിൽ പറയുക എന്ന് പറഞ്ഞ് വൈദ്യൻ തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു മരണവുമായി മല്ലിടുന്ന സമയം, ആ സമയത്താണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. ആ മനുഷ്യന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയായിരുന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പോലും, പ്രിയപ്പെട്ടവരെ, ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം, ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം, ഒരു മുഅ്മിനിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിൽ ആൺനോക്കിട വിട്ടുവീഴ്ചയില്ലാതെ മരണത്തോട് മല്ലിടുന്ന സമയത്ത്, സഹോദര, നിന്റെ ആ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ഉണ്ടല്ലോ, അത് നരകത്തിലേക്കാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറന്നില്ല. എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും ഉമറിന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നറിയോ? ഏറ്റവും വലിയ ഹമ്മ് എന്തായിരുന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറയാണ്, മോനെ, നീ പെട്ടെന്ന് ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോകണം. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ, എന്റെ പ്രവാചകൻ, എന്റെ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരോട് രണ്ടുപേരുടെയും കൂടെ കിടക്കാൻ, കാരണം അവർ രണ്ടുപേരും കിടക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിലാണ്, അവരുടെ ഹുജറയിലാണ്. അവിടെ മറമാടാൻ, അവിടെ ദഫൻ ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന് ആയിഷയോട് നീ ചോദിക്കണം. ആ മൗനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണമെങ്കിൽ പിന്നെ നീ ഒന്നും പറയരുത്, തിരിച്ചു വരണം. ഉപ്പയുടെ ശരീരം, ഉപ്പയുടെ മയ്യത്ത് ബഖീഉൽ ഗർഖദിൽ സാധാരണ മനുഷ്യന്റെ കൂടെ അടക്കണം. അതല്ല, പൂർണ്ണ സമ്മതത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയാണെങ്കിൽ, മോനെ, എന്റെ മയ്യത്തും കൊണ്ട് നീ പോകുമ്പോ ആ ഹുജറയുടെ, ആ മുറിയുടെ പുറത്തെത്തിയാൽ ഒന്നുകൂടി നീ ചോദിക്കണം ആ ഉമ്മയോട്, ഉമ്മ, എന്റെ ഉപ്പയുടെ മയ്യത്തോടെ മറമാടിക്കോട്ടെ എന്ന് ഒന്നുകൂടി നീ ചോദിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നോക്ക് നിങ്ങൾ, പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ വൈകാരികമായ രംഗങ്ങളാണ് ഇതൊക്കെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോവാൻ, എന്നിട്ട് പറയാണ്, ഉപ്പ വളരെ മോശമായ അവസ്ഥയിലാണ്, മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ മറമാടട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവര് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി ഒഴിച്ചു വെച്ച സ്ഥലമാണ്, പക്ഷേ ഉമറിനെ പോലെയുള്ള ഒരു മനുഷ്യൻ ചോദിക്കുമ്പോൾ എനിക്കൊരിക്കലും അത് നിരസിക്കാൻ കഴിയില്ല. പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതം കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിച്ചിട്ടുണ്ട്, അങ്ങേക്ക് പ്രവാചകന്റെ ചാരത്ത് തന്നെ ഖബർ വെട്ടാം, ഖബർ കുഴിക്കാമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത തിളക്കവും വല്ലാത്ത സന്തോഷവും ഉണ്ടായി എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ആ സമയത്ത് പോലും, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ എല്ലാം മറന്നു പോകുന്ന ആ സമയത്ത് പോലും ഉമർ റളിയല്ലാഹു ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ കിടക്കാനുള്ള, ആ പ്രവാചകന്റെ ചാരത്ത് ഖബർ വെട്ടാനുള്ള ആഗ്രഹമായിരുന്നു ആ പ്രിയപ്പെട്ട അനുയായിക്കുണ്ടായത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം
മരിക്കാനാകുന്ന നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റിലും കൂടി ഇരിക്കുന്നവരോട് പറയാണ്, എന്നെ ഈ കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴെ കിടത്തണം, തറയിൽ കിടത്തണം, തറയിൽ കിടന്നിട്ട് വേണം ഉമറിനെ മരിക്കാൻ. ആളുകൾ കൂട്ടാക്കിയില്ല. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് കട്ടിൽ കിടന്നാൽ പോരെ, എന്തായാലും അങ്ങേക്ക് ഷഹാദത്തുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് തറയിൽ കിടക്കുന്നത്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്റെ കാര്യത്തിൽ എന്റെ വാക്ക് നിങ്ങൾ കേൾക്കുക, എന്നെ തറയിൽ കിടത്തുക, വെറും തറയിൽ ഒരു വിരിപ്പ് പോലുമില്ലാതെ എനിക്ക് മരിക്കണം. ഉഹുദിന്റെ രണഭൂമിയിൽ എന്റെ സഹോദരങ്ങൾ മരിച്ചത് മണ്ണിൽ കിടന്നിട്ടാണ്. ബദറിന്റെ രണഭൂമിയിൽ എന്റെ സഹോദരങ്ങൾ മരിച്ചത് മണ്ണിൽ കിടന്നിട്ടാണ്. എന്റെ റസൂലിന്റെ കൂടെ ഇടവും വലവും നിന്ന് ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് മണ്ണിൽ കിടന്ന് മരിക്കാനാണ്. അതുകൊണ്ട് എന്നെ താഴെ കിടത്ത്, അവിടെ കിടന്നിട്ട് ഞാൻ മരിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധ പ്രകാരം പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ താഴേക്ക് ഇറക്കി വെച്ചു. ആ താഴെ ഒരു വിരിപ്പ് പോലും ഇല്ലാതെ കിസ്റായുടെയും കൈസറിന്റെയും കൊട്ടാരത്തിന്റെ ചെങ്കോലിന്റെ സിംഹാസനത്തിന്റെ അടിക്കാലിളക്കിയ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായി ഉമ്മത്തിന് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ എന്ന പേരിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാതാവായ ഗാന്ധിജി പോലും വാഴ്ത്തിപ്പാടിയ അതുല്യനായ ഒരു രാജാവുണ്ടല്ലോ, ആ രാജാവ് മരണപ്പെടുന്നത്, ആ ഭരണാധികാരി മരണപ്പെടുന്നത്, ആ മുമ്മുനികളുടെ നേതാവ് മരണപ്പെടുന്നത് താഴെ കിടന്നിട്ടാണ്. ബെഡിൽ കിടക്കാതെ, മെത്തയിൽ കിടക്കാതെ താഴെ കിടന്നിട്ടാണ് പിടഞ്ഞു മരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മരിക്കുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ അവിടെ കൂടിയിരിക്കുന്ന സകല സ്വഹാബികളെയും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. ആ സംഭവ വികാസം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഉഹുദിന്റെ മുകളിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു പ്രവചനം പൂർത്തിയാകുകയായിരുന്നു. ഉഹുദേ, നിന്റെ മുകളിലുള്ളത് 2 ഷഹീദുകളാണ്. നിന്റെ മുകളിലുള്ളത് 2 ഷഹീദുകളാണ്. പ്രവാചകൻ പ്രവചിച്ച ഒന്നാമത്തെ ഷഹാദത്ത് പൂർത്തിയായിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് ഒരു ഷഹാദത്ത് കൂടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ സുതാര്യമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തോടുകൂടി ഫിത്നക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വാതിൽ തകർക്കപ്പെട്ടു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത, ആ സംഭവം റിപ്പോർട്ട് ചെയ്ത റാവി പറയുന്നുണ്ട്, ഫകുന്നാ നറാ അന്ന ദാലികൽ ബാബ ഉമർ, ഞങ്ങൾക്ക് മനസ്സിലായി ആ പറയപ്പെട്ട വാതിൽ ഉമറാണ്. ഉമറിന്റെ മരണത്തോടുകൂടി, ആ ഉരുക്കുമുഷ്ടിയുടെ അപ്രത്യക്ഷമാകലോടുകൂടി ഇസ്ലാമിക ലോകത്ത് വെള്ളപ്പൊക്കം പോലെ, ഇസ്ലാമിക ലോകത്ത് ഭൂമി കുലുക്കം പോലെ ഫിത്ന ഓരോന്നായി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഫിത്നയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോകുന്നത്. 40ഓളം ദിവസങ്ങൾ കലാപകാരികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞു. ആ വീട് അവർ വളഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഹസൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പോരാടാം, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് അറിയോ? ഞാൻ കാരണം ഒരു മുസ്ലിമിന്റെ രക്തം പോലും വീണു പോകരുത്, ഞാൻ മരിക്കട്ടെ, എന്നെയാണല്ലോ അവർക്ക് ആവശ്യം, അവരെന്നെ കൊല്ലട്ടെ, പക്ഷെ ഞാൻ കാരണം മുസ്ലിങ്ങൾ തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാകരുത്, ഒരു യുദ്ധം ഉണ്ടാകരുത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പല രീതിയിൽ, പല കോലത്തിൽ അലി ഇബ്നു അബീ ത്വാലിബും ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഒക്കെ തടയാൻ ശ്രമിച്ചിട്ടും കലാപകാരികൾ കൂട്ടാക്കില്ല. എന്ന് മാത്രമല്ല, ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരെ വന്ന ഒരു ആക്രമണം തടഞ്ഞതിൽ മാരകമായ മുറിവുമേറ്റു, മാരകമായ പരിക്കേറ്റു അദ്ദേഹത്തിന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിച്ചത്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം, അതിന്റെ മരിക്കുന്നതിന്റെ തലേ ദിവസം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാൻ. ആ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവർ വന്നിട്ട് പറയാണ്, ഉസ്മാൻ, നാളെ അങ്ങയുടെ നോമ്പ് തുറ ഞങ്ങളുടെ കൂടെയാണ്. ചരിത്രത്തിൽ വളരെ സ്ഥിരപ്പെട്ടു വന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ. നാളെ അങ്ങയുടെ നോമ്പ് തുറ ഞങ്ങളുടെ കൂടെയാണ്. പിറ്റേ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തു. എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഹസൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ സ്വഹാബികളെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുകയും ചെയ്തു. എല്ലാവരും തിരിച്ചുപോയി, വാതിൽ തുറന്നു വെച്ചു. അദ്ദേഹത്തിന് അറിയാം, ഇന്ന് എൻ്റെ മരണത്തിന്റെ ദിവസമാണ്, അള്ളാഹു സൂചന നൽകിയിട്ടുണ്ട്,
സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ മരണത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. പ്രവാചകന്മാർക്കും സൂചനകൾ നൽകും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ആ സൂചന റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. പ്രിയപ്പെട്ടവരെ, ആ തുറന്നിട്ട വാതിലിലൂടെ കലാപകാരികൾ പ്രവേശിച്ചു. ആ സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ആദ്യം വന്ന ഒരുത്തൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു. രണ്ടാമത്തെയാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പിടിച്ച കൈ വെട്ടിക്കളഞ്ഞു. പക്ഷേ ആ പരിശുദ്ധ ഖുർആൻ, ആ മുസ്ഹഫ് താഴേക്ക് വീഴാൻ ഉസ്മാൻ റളിയല്ലാഹു സമ്മതിച്ചില്ല. അദ്ദേഹം അത് മറുകൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. ആ കൈയും വെട്ടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നായില ഓടി വന്നു. തന്റെ ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി അവരുടെ കൈ, ആ വെട്ടലിൽ അവരുടെ വിരലുകൾ മുഴുവൻ മുറിഞ്ഞുപോയി. പിന്നീട് ആ വിരലുകൾ കൊണ്ട് വലിയ കലാപങ്ങൾ ഇസ്ലാമിക ലോകത്ത്, വലിയ പ്രശ്നങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആക്രമണങ്ങൾ നടക്കുമ്പോൾ സൂറത്ത് യൂസുഫിലെ ഒരു ആയത്തായിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹുവേ, എൻ്റെ എല്ലാ പരാതികളും, എൻ്റെ എല്ലാ പരിഭവങ്ങളും, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാനിതാ നിന്നോട് പറയുന്നു റബ്ബേ, നിന്നോട് പങ്കുവെക്കുന്നു റബ്ബേ. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ എന്ന് പറയുന്ന യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു പ്രസ്താവനയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സമയം പാരായണം ചെയ്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, വെട്ടിയും കുത്തിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുത്തും പരിക്കുകളുമേറ്റ് അവിടെ മറിഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് ഉരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച രണ്ടാമത്തെ ഷഹാദത്തും അവിടെ പൂർത്തിയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാരഥന്മാരായ സ്വഹാബിവര്യന്മാരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.